സാലറി കിട്ടി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ കിട്ടിയ സാലറിയൊക്കെ എവിടെ പോയി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും പലരും. ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, പണം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു പണം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നവർ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സിമ്പിൾ ഹാബിറ്റ്, അതായത് നമ്മളുടെ മണി ട്രാക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ തന്നെ വലിയ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യേണ്ട ആവശ്യകത, അതുപോലെ തന്നെ ട്രാക്ക് ചെയ്താൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് മൊബൈൽ ആപ്പുകളും പരിചയപ്പെടാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. എന്തിനു വേണ്ടി നമുക്ക് കിട്ടുന്ന പണം ട്രാക്ക് ചെയ്യണം? കിട്ടുന്ന പണം അങ്ങ് ഉപയോഗിച്ചാൽ പോരെ, എന്തിനു വേണ്ടി ട്രാക്ക് ചെയ്യണമെന്ന് പലരും ചിന്തിക്കാറുണ്ടാകും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യാത്ത, നമ്മൾ ട്രാക്ക് ചെയ്യാത്ത ഒന്നിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനെ ട്രാക്ക് ചെയ്യണം, അതിനെ മെഷർ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കൂ. മണി മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പല ടൈപ്പ് ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലർക്ക് ഉയർന്ന സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ മന്ത് ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും കാണുകയില്ല. വേറെ ആരോടെങ്കിലും കടം വാങ്ങേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. എന്നാൽ മറ്റു ചിലരാകട്ടെ ചെറിയ ശമ്പളമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ആ ഒരു വ്യക്തി കൃത്യമായിട്ട് മണി മാനേജ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സേവിങ്സ് ഉണ്ടാകും. ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ട ഒരു ആവശ്യമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലാകും. സോ എത്ര സാലറി ഉണ്ട്, എത്ര വരുമാനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന പണത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല, നമുക്കത് ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട്, മണി ഒരു പ്രശ്നമായിട്ട് മാറും. നിങ്ങൾ നിങ്ങളുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് കൃത്യമായുള്ള ഒരു ഐഡിയയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങൾ കരുതും നിങ്ങൾ അത്യാവശ്യം പണമൊക്കെ സേവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൽ അത്യാവശ്യം ബാലൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ അങ്ങ് ഗസ് ചെയ്യും. പക്ഷേ അതായിരിക്കില്ല ആക്ച്വൽ ഇമേജ് എന്ന് പറയുന്നത്. എല്ലാം ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു ഗസ് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ഗസ് അല്ലെങ്കിൽ ഹോപ്പ് ഒന്നും നോട്ട് എ ഫൈനാൻഷ്യൽ പ്ലാൻ. നമ്മുടെ മണി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ഇമേജ് അവിടേക്ക് കിട്ടും. എക്സാക്റ്റ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാനായി കഴിയും. നമ്മളുടെ കൃത്യമായിട്ടുള്ള വരുമാനം എത്രയാണ്, അതുപോലെ തന്നെ നമ്മൾ എത്ര രൂപ ഏതൊക്കെ കാറ്റഗറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, നമ്മളുടെ ബഡ്ജറ്റ് ഡ്രെയിൻ ചെയ്യുന്ന ഹാബിറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്ര രൂപ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ളൊരു ക്ലിയർ ഇമേജ് നമുക്ക് നമ്മളുടെ മണി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പണം ട്രാക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള സൈക്കോളജിക്കലിയുള്ള ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അവെയർ ആകും. അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസീവ് പർച്ചേസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പല ട്രാൻസാക്ഷനും ചെയ്യുന്ന സമയത്ത് നമ്മൾ പലവട്ടം ചിന്തിച്ചായിരിക്കും നമ്മൾ പിന്നീട് ട്രാൻസാക്ഷൻ നടന്നത്. കാരണം നമുക്കൊരു അവെയർനെസ് അവിടെ വരും. നമ്മളുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസ് തമ്മിലുള്ള ഒരു കൃത്യമുള്ള ഒരു ക്ലാരിറ്റി ഇമേജ് നമുക്ക് കിട്ടും. നമ്മുടെ എക്സ്പെൻസുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് അൺനെസസറി എക്സ്പെൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായി ഇതിലൂടെ കഴിയും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ്, നമ്മൾ ഇമോഷണൽ സ്പെൻഡിങ് പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ സ്ട്രെസ് ഉള്ള ഒരു സമയത്താണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് വരാം. അതേപോലെ തന്നെ നമ്മൾ ബോർ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഫുഡ് കൂടുതലായിട്ട് ഓർഡർ ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഇട്ടിരിക്കുന്ന കുറേയധികം സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാകും. പിന്നെ ഹിഡൻ ആയിട്ടുള്ള കുറേ ചാർജും കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളിലും വന്നേക്കാം. സോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഒരു ശ്രദ്ധ വന്നു, നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ തന്നെ അത്യാവശ്യം എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനായി കഴിയും. ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് മന്ത് ആകുമ്പോൾ തന്നെ മണി ഷോർട്ടേജ് വരും. നമുക്ക് സാലറി വന്ന് നമ്മൾ അത് സ്പെൻഡ് ചെയ്യും. നമ്മുടെ കയ്യിൽ വേറെ സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കടം വാങ്ങേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് സേവിങ്സ് ഒന്നും നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളുടെ ലൈഫിലെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും പ്ലാൻഡ് അല്ല. കിട്ടുന്ന സാലറി നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പേ ചെക്ക് ടു പേ ചെക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ ജോലി ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു, ബില്ലടക്കുന്നു, വീണ്ടും ജോലി ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു, ബില്ലടക്കുന്നു. ആ രീതിയിൽ പേ ചെക്ക് ടു പേ ചെക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ ഫൈനാൻസും കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറേയധികം സ്ട്രെസ്സും ഫൈനാൻഷ്യൽ ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ വരും. എല്ലാത്തിലും ഉപരി കുറേയധികം റോങ് അസംഷൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ കറക്റ്റായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറേയധികം തെറ്റിദ്ധാരണകളായിരിക്കും ഉണ്ടാവുക. റിയൽ ആയിട്ട് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും മനസ്സിലാവുക നിങ്ങൾ അധികം ഒന്നും സേവ് ചെയ്യുന്നില്ല, നിങ്ങൾ ഓവറായിട്ട് പല അനാവശ്യ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ മണി ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് എവിടെയാണ് നമ്മളുടെ പണം ലീക്കായി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അനാവശ്യ സ്പെൻഡിങ് ഒക്കെ കട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ആ ഫണ്ട് സേവ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു സേവിങ്സ് ഒക്കെ ബിൽഡ് ചെയ്യാനും സഹായിക്കും. സേവിങ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ മണി നമുക്ക് ഗ്രോ ചെയ്യിപ്പിക്കാം. അതിലൂടെ നമുക്ക് വരുമാനം നേടാം. സോ നല്ലൊരു ഫൈനാൻഷ്യൽ ഒരു ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ
പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പണമൊക്കെ സേവ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഗോൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പണം സേവ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഗാഡ്ജറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ട്രിപ്പ് പോകണം, അങ്ങനെയുള്ള പർപ്പസിനായിട്ട് ഗോൾ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പണം മാറ്റി വെച്ച് സേവ് ചെയ്യാം. അങ്ങനെ പല ഗോൾസും നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാം. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് കടം മാക്സിമം ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് കൃത്യമായുള്ളൊരു ഐഡിയ ഉണ്ടാകും നമ്മൾ ഇൻകവും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. സോ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ എക്സ്പെൻസുകൾ കട്ട് ചെയ്യാം, അതുപോലെ തന്നെ പണം സേവ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കടം വാങ്ങുന്നത് ഒഴിവാക്കാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നമ്മൾ ഇൻകം എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നില്ല, കിട്ടുന്ന പണം തോന്നിയ പോലെ സ്പെൻഡ് ചെയ്യുന്നു, ആരോടെങ്കിലും കടം വാങ്ങേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈഫിലേക്ക് നമ്മൾ പോകും. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം എക്സ്പെൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ച് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടം വാങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ അഫോർഡ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല, നമുക്കൊരു ഐഡിയ ഉണ്ടാകും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു കൺട്രോൾ തന്നെ വരും. നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ഫൈനാൻഷ്യൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് അതിലൂടെ ബിൽഡ് ചെയ്തെടുക്കാം. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെ നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാം? ഒന്നാമത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ബുക്ക് ആൻഡ് പെൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ നേരെ ഡിജിറ്റൽ ഫോർമാറ്റ് നമ്മുടെയൊക്കെ ഫോണിൽ നോട്ട് ആപ്പുകൾ ഉണ്ടാകും, അത് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഷീറ്റ് അതിനായിട്ട് ഉപയോഗിക്കാം. ഒരു ഷീറ്റ് ബിൽഡ് ചെയ്ത് അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ഇൻകം അതുപോലെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട്. അതിന് സഹായിക്കുന്ന കുറച്ച് മൊബൈൽ ആപ്പ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതും അതുപോലെ തന്നെ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നതുമായ കുറച്ച് ആപ്സ് ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന iOS ആണ്. iOSൽ ഇതിൽ മിക്ക ആപ്പും പെയ്ഡാണ്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള വെർഷൻ ആണെങ്കിൽ ലിമിറ്റഡ് ആണ്. നമുക്ക് പരസ്യങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ബെറ്റർ ആയിട്ട് ഏതെങ്കിലും ആപ്പ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് വാലറ്റ് ആപ്പാണ്. പിന്നെ ഇതും ഞാൻ എൻ്റെ പെയ്ഡ് വെർഷൻ എടുത്തിട്ടുണ്ട്, മണി മാനേജറും എടുത്തിട്ടുണ്ട്. ഇതും വാലറ്റ് ആപ്പും പെയ്ഡ് വെർഷനാണ്. ഈ 3 ആപ്പിൻ്റെയും പെയ്ഡ് വെർഷൻ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 1 ടൈം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ആക്സസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വാലറ്റ് ആണെങ്കിൽ ഞാൻ എടുത്ത സമയത്ത് 1600 ആയിരുന്നു, ഇപ്പോൾ 3000 രൂപയുടെ അടുത്തെന്തുകൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം നമുക്ക് ആ ഒരു പ്രീമിയം വെർഷൻ ഉപയോഗിക്കാം. മണി ലവർ ആണെങ്കിൽ 2000 രൂപയാണ് വരുന്നത്. മണി മാനേജർ ആണെങ്കിലും ആ ഒരു സെയിം എമൗണ്ടൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് ഓരോന്നും ടെസ്റ്റ് ചെയ്താൽ ലാസ്റ്റ് വാലറ്റ് ആപ്പിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ആയത്. നിലവിൽ വർഷങ്ങളായിട്ട് ഒരു 2-3 ഇയറൊക്കെ ആയിട്ട് വാലറ്റ് ആപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ആദ്യത്തെ ഓപ്ഷൻ ബഡ്ഡിയാണ്. ബഡ്ഡി ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ചാർജബിൾ ആണ്, പക്ഷേ ഇതിന് റേറ്റ് നല്ല കൂടുതലാണ്. 1 ടൈം പേയ്മെൻ്റ് ആണെങ്കിൽ 99,900 രൂപ വരുന്നുണ്ട്. ഒരു മാസത്തേക്ക് 769 രൂപയും ഒരു വർഷത്തേക്കാണെങ്കിൽ 4,499 രൂപയും വരുന്നുണ്ട്. അപ്പോൾ ഒരു 1 ടൈം പേയ്മെൻ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അത് എമൗണ്ട് വളരെ കൂടുതലാണ്. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ എല്ലാ ആപ്പും ഞാൻ ജസ്റ്റ് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് ഇപ്പോൾ ആഡ് ട്രാൻസാക്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാം. അത് എക്സ്പെൻസ് ആഡ് ചെയ്യാം, ഇൻകം ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ട്രാൻസ്ഫർ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ മാനേജ് ചെയ്യാം. പിന്നെ മുകളിലായിട്ട് നമുക്ക് ഓവർവ്യൂ ബട്ടൺ ഉണ്ട്. ഓവർവ്യൂ ബട്ടൺ എത്തി കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓവർവ്യൂ കിട്ടും. നമ്മൾ ഈ ഒരു മാസം എത്ര രൂപ സ്പെൻഡ് ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് മന്ത് വൈസ് ഓരോ ഡേറ്റിലെയും സ്പെൻഡിങ് എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇവിടെ സ്പെൻഡിങ് ബട്ടൺ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള സ്പെൻഡിങ് ട്രാൻസാക്ഷൻ കിട്ടും. പിന്നെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഒരു ലിസ്റ്റ് വൈസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അവിടെ ട്രാക്ക് ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാം. പിന്നെ മുകളിൽ നമുക്ക് ഓരോ അക്കൗണ്ടായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്. ഇവിടെ നമുക്ക് ഓരോ പുതിയ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അപ്പോൾ മണി ലവർ ആണ്. മണി ലവർ ഞാനിപ്പോൾ കുറച്ച് ട്രാൻസാക്ഷൻ ആഡ് ചെയ്തതാണ്. നമുക്ക് മുകളിലായിട്ട് നമ്മളുടെ ടോട്ടൽ ബാലൻസ് നമുക്ക് അറിയാം. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എമൗണ്ട് നിങ്ങളുടെ ടോട്ടൽ അസറ്റ് ഇവിടെ കാണാം. പിന്നെ ഓരോ വാലറ്റ് എന്ന് വെച്ചാൽ ഓരോ അക്കൗണ്ടാണ്. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട്, ഇപ്പോൾ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്, ഇപ്പോൾ HDFC ഉണ്ടെങ്കിൽ HDFC, അങ്ങനെ ഓരോ അക്കൗണ്ട് ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു വിൻഡോ ആണ് വരുന്നത്. എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് ആഡ് ചെയ്യാം, ഇൻകം ആണെങ്കിൽ ഇൻകം ആയിട്ട് ആഡ് ചെയ്യാം, പിന്നെ ഡെറ്റ് ഇല്ലെങ്കിൽ ലോൺ ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് അക്കൗണ്ട് ചൂസ് ചെയ്യാം. ആദ്യം നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എമൗണ്ട് ആഡ് ചെയ്യാം, നോട്ട് ആഡ് ചെയ്യാം, കാറ്റഗറി ആഡ് ചെയ്യാം. കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഡെറ്റ് അല്ലെങ്കിൽ ലോൺ ആണോ റീപേയ്മെൻ്റ് ആണോ, ഈ കാറ്റഗറീസും അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ
നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇൻകത്തിൻ്റെ കാറ്റഗറി ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാം. അതനുസരിച്ച് ഇവിടെ ടോട്ടൽ സ്പെൻഡ് എമൗണ്ട് അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം ആ രീതിയിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ താഴേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ടോട്ടൽ സ്പെൻഡിങ് നമുക്ക് അവിടെ കാണാം. വീക്കിലുള്ള സ്പെൻഡിങ് ആയിട്ട് സെറ്റ് ചെയ്യാം, മന്ത്ലി ഉള്ള സ്പെൻഡിങ് ആയിട്ട് നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ താഴെ കാണാം. ഞാൻ ഈ ഒരു ആപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. ഞാൻ വാലറ്റിലേക്ക് വന്ന ശേഷം ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പോൾ യൂസർ ഇൻ്റർഫേസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതുന്നു. പാരലായിട്ട് മറ്റേതിനൊപ്പം ഇത് കൂടി ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതുന്നു. കാരണം ഇത് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നും. പക്ഷേ വെബ് ആപ്പിൻ്റെ കാര്യത്തിൽ വാലറ്റ് ആപ്പാണ് ബെറ്റർ. വെബ് അതായത് നിങ്ങളുടെ PC-യിൽ നിങ്ങൾക്ക് വെബ് ആപ്പിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മണി ലവർ അത് വലിയ ഫ്ലോപ്പാണ്. നമുക്ക് ബെറ്ററായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് വ്യൂ ഓൺലി മോഡ് മാത്രമാണ്. വാലറ്റ് ആപ്പ് ആണെങ്കിൽ നമുക്ക് വെബ് ആപ്പ് വഴി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ താഴെ കാറ്റഗറി ട്രാൻസാക്ഷൻസ് ഉണ്ട്. അടുത്ത കാര്യം നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാണാം. അത് നമുക്ക് പ്രീവിയസ് മന്ത്, ദിസ് മന്ത്, ഫ്യൂച്ചർ എന്ന രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം. അത് നമുക്ക് ടോട്ടൽ എല്ലാ അക്കൗണ്ടിലും കൂടെ ഉള്ളത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ ആ രീതിയിലേക്ക് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നി വാലറ്റ് ആപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ബഡ്ജറ്റ് ഓപ്ഷനുണ്ട്. ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് അതനുസരിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോ ആപ്പിനെ പറ്റിയും ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. പിന്നെ വരുന്ന മറ്റൊരു ആപ്പ് മണി മാനേജർ ആണ്. ഇത് ഞാൻ പ്രീമിയം എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വളരെ മിനിമലാണ്. ഇതാണ് യൂസർ ഇൻ്റർഫേസ് വരുന്നത്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് നമുക്കൊരു പ്ലസ് ഐക്കൺ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇൻകം, എക്സ്പെൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഫണ്ട് നമുക്ക് മാനേജ് ചെയ്യാം. എമൗണ്ട് എൻ്റർ ചെയ്യുക, കാറ്റഗറി സെലക്ട് ചെയ്യുക. കാറ്റഗറി ഒക്കെ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ മാനുവലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അക്കൗണ്ടും നമുക്ക് ഓരോ ബാങ്ക് അക്കൗണ്ടും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പെൻസ് ഇല്ലെങ്കിൽ ഇൻകം ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓപ്ഷന് വേണ്ടി അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഓരോ ഡാറ്റ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻകം, എക്സ്പെൻസ്, ടോട്ടൽ ഇൻകം എക്സ്പെൻസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, എത്ര രൂപ ബാലൻസ് ഉണ്ട്, അതൊക്കെ നമുക്കിങ്ങനെ ഹോം പേജിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് മുകളിൽ ഈ ട്രാൻസാക്ഷൻസ് ഓരോ മന്ത് വൈസും പ്രീവിയസ് മന്ത് വൈസൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. പിന്നെ താഴെ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഇൻകം ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും ഏത് കാറ്റഗറിയിലാണെന്നെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റസ് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വിൻഡോ വഴി അറിയാം. പിന്നെ അക്കൗണ്ട്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ അക്കൗണ്ടും ആഡ് ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മളുടെ ക്യാഷ് ബാലൻസ്, ഏതൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ്, പിന്നെ ക്രെഡിറ്റ് കാർഡ് ഡേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വിൻഡോയിലൂടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് വാലറ്റ് ആപ്പാണ്. വാലറ്റ് ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് പുതിയൊരു അക്കൗണ്ട് ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. കുറച്ചുകൂടെ സിമ്പിളാണ്. മുകളിലായിട്ട് ഇങ്ങനെ ഓരോ അക്കൗണ്ടായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ആ രീതിയിലൊക്കെ നമുക്ക് ഓരോരോ അക്കൗണ്ട് ആഡ് ചെയ്യാം. ഫ്രീ വെർഷൻ ആണെങ്കിൽ ലിമിറ്റഡ് ആണ്, പെയ്ഡ് ആണെങ്കിൽ അൺലിമിറ്റഡ് അക്കൗണ്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണാം. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓരോ അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ഈ ഒരു സെക്ഷൻ വഴി അറിയാം. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് ട്രെൻഡ് അറിയാം. നമ്മൾ ഇൻകവും കാര്യങ്ങൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻകം, എക്സ്പെൻസ് നമ്മുടെ ട്രെൻഡ് നമുക്ക് ട്രാക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഓരോ ബഡ്ജറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുന്ന നേരത്ത് നമ്മളുടെ എക്സ്പെൻസ് അറിയാം, ലാസ്റ്റ് റെക്കോർഡ് അറിയാം. അങ്ങനെ ഓരോ ബഡ്ജറ്റായിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്ലാൻ ചെയ്തുള്ള സ്പെൻഡിങ് ആണെങ്കിൽ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും റിക്കറിങ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ റിക്കറിങ് പേയ്മെൻറ്റൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ബഡ്ജറ്റ് അനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് അതനുസരിച്ച് നമുക്ക് ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യാം. പിന്നെ താഴെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ഓവറോൾ ട്രെൻഡ് അറിയാം. നമ്മളുടെ ടോട്ടൽ ബാലൻസ്, അതുപോലെ തന്നെ സ്പെൻഡിങ്, ക്യാഷ് ഫ്ലോ, ഔട്ട്ലുക്ക്, ക്രെഡിറ്റ് ബാലൻസ്, റിപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അത് നമുക്കിവിടെ മന്ത് വൈസ് നമുക്കിവിടെ ഫിൽട്ടർ ചെയ്തെടുക്കാനും സാധിക്കും. പ്രീവിയസ് മന്ത് നോക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മന്ത് വൈസും നമുക്ക് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവിടെ അറിയാനായി കഴിയും. നമുക്കൊരു ഡാറ്റ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. എക്സ്പെൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻകം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം. ഇപ്പോൾ ഇൻകം ആണെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് ഇൻകം വന്നത് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ഇൻകം കാറ്റഗറി സെലക്ട് ചെയ്യുക, ഡേറ്റും ടൈം, ലേബലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊന്നും വേണമെന്നില്ല. മാൻഡേറ്ററി ആയിട്ട് അക്കൗണ്ടും അതുപോലെ തന്നെ കാറ്റഗറിയും എമൗണ്ടും മാത്രം എൻ്റർ ചെയ്താൽ മതി. സോ അങ്ങനെ ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ ടോട്ടൽ ഇൻകവും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആകും. നിങ്ങളുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഇനിയിപ്പോൾ ഏതെങ്കിലും മൊബൈൽ ആപ്പ് ആണെങ്കിൽ ഏത് ആപ്പാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി